നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, നിങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്തുള്ള ടെക്സ്റ്റൈൽസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവും. ഒരു തവണയെങ്കിലും നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഫിഷ് മാർക്കറ്റ്, എവിടുന്ന് ആ ഫിഷ് വാങ്ങാൻ നല്ലതെന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടാകും. ഒരു വെജിറ്റബിൾ വാങ്ങാൻ എവിടെയാണ് നല്ലതെന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഒരു ഷോപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളത് സജസ്റ്റ് ചെയ്യാൻ ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളത് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത്. മാനേജ്മെൻറ്റ് എക്സ്പെർട്ടായിട്ടുള്ള ജോ ജെറാർഡിൻ്റെ ലോ ഓഫ് 250 പറയുന്നത്, നമുക്കുണ്ടായിട്ടുള്ള ഒരു നല്ല അനുഭവം നമ്മളൊരു 250 പേരോടെങ്കിലും പങ്കുവെക്കും. ഇതുപോലെ തന്നെയാണ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും നമ്മളൊരു 250 പേരോടെങ്കിലും പങ്കുവെക്കും. ഈ 250 എന്നുള്ളത് ഒരാളുടെ മിനിമം ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ് 250 എന്നുള്ളത്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ ഇത് മറ്റൊരാൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അവർ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും നമ്മളിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെയിൽ കൂട്ടാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് കസ്റ്റമർക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക.